ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അവിനോ എപ്പിസോഡ് നമ്പർ 70. അങ്ങനെ 70ാമത്തെ എപ്പിസോഡ് വരെ നമ്മൾ ഈ ഒരു ടെക് ന്യൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇതുക്കും മേലെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂസ് റീൽസിലാണെങ്കിലും എക്സിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കാണുന്ന മെയിൻ മൊബൈൽ ഫോണിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ S23 ഗ്രീൻ ലൈൻ വരാമെന്ന് പറഞ്ഞത് അത്രക്കും അധികം ന്യൂസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് എവിടെ നോക്കിയാലും ഈ സാധനമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണം വെച്ചാലും പൈസ കൊടുത്തിട്ട് ഡിസ്പ്ലേ മാറ്റേണ്ട ഒരാവശ്യവും വരത്തില്ല. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് പേര് എന്താ പറയുക, സർവീസ് സെൻറ്ററിൽ പോയിട്ട്, അറിയാത്തവരാണ് ഞാൻ പറയുന്നത്, സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവർ പറയും ഇത് പറ്റത്തില്ല, വാറൻറ്റി ഔട്ട് ഓഫ് വാറൻറ്റി ആണ്, അപ്പോൾ പൈസ കൊടുത്ത് മാറ്റണമെന്ന് പറയും. 10,000 15,000 രൂപ അങ്ങോട്ട് ഉണ്ട് ഡിസ്പ്ലേക്ക്. അത്രയും കൊടുത്ത് മാറ്റുന്നവരുണ്ട്. ബേസിക്കലി ഈ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് ഇതിനെ പറ്റി കാര്യമായിട്ട് അറിയുന്നുണ്ടാവില്ല, അവരങ്ങനെ ചെയ്യും. പക്ഷേ ഇത് അറിയുന്നവർ നിങ്ങൾ ഒരിക്കലും പോയിട്ട് മാറ്റണ്ട കേട്ടോ. കാരണം എന്തായാലും ബ്രാൻഡ് മാറ്റി തരും. കുറച്ചൊന്ന് അതിൻ്റെ പുറകെ നടക്കണം, ഒരുപാട് മെയിൽ അയച്ച് കുറേ പണി ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ ഫോളോ ചെയ്യാം. ഇപ്പം ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരുപാട് യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം കിട്ടും. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, കാരണം മലയാളത്തിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. സിമ്പിളെന്നല്ല, നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രക്കും മെനക്കെടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതെ സൂക്ഷിച്ചാടിരിക്കുക. അത്ര നിങ്ങൾക്ക് മെനക്കെടാൻ പറ്റുന്നില്ലെങ്കിൽ, മെനക്കെടാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തു. ഗ്രീൻ വന്നാലും മാറ്റി കിട്ടും. നിങ്ങളുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങുന്നുണ്ട്. 600 രൂപയോ 800 രൂപയോ അങ്ങനെ സർവീസ് ചാർജ് ആയിട്ട് വാങ്ങുന്നുണ്ട്. അപ്പം അതും കൂടെ മനസ്സിലിരിക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള മോഡലെല്ലാം തന്നെ സാംസങ് ഫ്രീ ആയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത്ര അധികം ന്യൂസായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. S23 ഇപ്പം ആ രീതിയിലുള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ സാംസങ്ങും ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഇത്ര ഡേറ്റിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കും എന്നുള്ള ഒരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ആയിട്ട് അങ്ങനെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അല്ലെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം പോയി കഴിഞ്ഞാൽ മാറ്റി കിട്ടും. നിങ്ങൾ ആ രീതിയിൽ മെയിൽ അയച്ച് കുറച്ച് പണി പെടന്നേ ഉള്ളൂ, അല്ലാതെ പൈസ കൊടുത്ത് മാറ്റിയേ വേണ്ട. കാരണം ഇത്രയും വില കൊടുത്ത് നമ്മളൊരു ഫോൺ വാങ്ങിച്ചിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം വന്ന സംഭവമാണ്. പിന്നെ എല്ലാവരും നല്ല കേസും സ്ക്രീൻ ഗാർഡൊക്കെ ഇട്ട് തന്നെ യൂസ് ചെയ്യുക. കാരണം താഴെ വീണ് ചെറിയ എന്തെങ്കിലും സ്ക്രാച്ചോ ഡെൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പേരും പറഞ്ഞോണ്ട് സാധനമേ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളിനി ഏത് ഫോൺ, പുതിയ ഫോൺ വാങ്ങുകയാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ലൈൻ വന്നാൽ തന്നെ അത് നിങ്ങളുടെ കയ്യിൽ താഴെ വീണതുകൊണ്ടാണ് വന്നതെന്ന രീതിയിലായിരിക്കും അവർ കാണുന്നത്. അപ്പം അതും കൂടെ എല്ലാവരും ഇനി ഏത് ഫോൺ വാങ്ങുകയാണെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി ഓഫേഴ്സാണ്. ഈ ഒരു മാസം 12-ാം തീയതി തൊട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഓഫേഴ്സിൻ്റെ ചാകരയാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ആമസോൺ ആയിരുന്നു ആദ്യം ഈ പറഞ്ഞ ഓഫേഴ്സ് കൊണ്ടുവന്നത്. അതായത് അവരുടെ പ്രൈം ഡേയ്സ് 12-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെയാണ് ആമസോണിൻ്റെ ഓഫേഴ്സ് വരുന്നത്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 12-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഗോട്ട് സെയിൽ നടക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ കുറച്ചധികം ദിവസമുണ്ട്. മിക്കവാറും ആമസോണും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പം നിങ്ങൾ ഫോൺസൊക്കെ വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 12-ാം തീയതി എത്ര ദിവസം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ബാങ്ക് കാർഡ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതിൽ ഡിസ്കൗണ്ടിലും കിട്ടും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ തന്നെ ആക്സിസ് ബാങ്ക്, HDFC, IDFC, ഫസ്റ്റ് ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്ക് കാർഡ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ആമസോണിലാണെങ്കിൽ SBIയുടെ കാർഡ്സിലും ICICIയുടെ കാർഡ്സിലാണ് 10% ഓഫർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാർഡ്സൊക്കെ ആരുടെങ്കിലും കയ്യിലൊക്കെ വാങ്ങിച്ച് വെച്ചോളും. നല്ല രീതിയിൽ പ്രൈസ് കുറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഡേറ്റ് മറക്കണ്ട, 12-ാം തീയതി തൊട്ടാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മോട്ടറോള പുതിയൊരു ഫോൺ ഇറക്കിയിട്ടുണ്ട്. മോട്ടറോള G96 എന്ന മോഡലാണ്. ഒരു 18,000 രൂപയുടെ മോഡലാണ്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ആ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഫോൺസ് ഉണ്ട്. ഈവൻ ഓപ്പോയുടെ ഫോൺ പോലും ആ റേഞ്ചിൽ ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു 18-20 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു പ്രൈസ് കാറ്റഗറി. അപ്പോൾ ആ റേഞ്ചിൽ മോട്ടറോളയുടെ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോൺ എന്നല്ലാതെ ഏതൊരു കാര്യത്തിലും ഇത് ബെസ്റ്റ് ആണെന്നൊന്നും പറയാനില്ല. ഓഫ് കോഴ്സ് ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് എന്നല്ലാതെ ടിപ്പിക്കൽ ഡിസൈനിൽ ഇറക്കിയൊരു മോഡലാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. 18,000 രൂപയ്ക്ക് മോട്ടറോള ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൺ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും
കൂടുതലായിട്ടൊന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ചിലപ്പം ഇതിന് മുൻപേ വരാം, ചിലപ്പോൾ ഇതിന് ശേഷം വരാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ അൺപാക്ക്ഡ് ഇവൻറ്റ് ഇന്ന് 7:30ക്കാണ് സാംസങ്ങിൻ്റെ അൺപാക്ക്ഡ് ഇവൻറ്റ്. ഒരുപാട് കാര്യങ്ങൾ വരും. സാംസങ്ങിൻ്റെ സി ഫോൾഡ് 7, സി ഫ്ലിപ്പ് 7, അതിൽ FE ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ടുണ്ട്. പിന്നെ വാച്ചും ബഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ വരും. അപ്പം 7:30ക്കാണ് സംഭവം വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം തൊട്ട് സി ഫോൾഡ് 7ൻ്റെയും സി ഫ്ലിപ്പ് 7ൻ്റെയും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്ക് പറയുന്ന വീഡിയോസും ചെയ്യുന്നതായിരിക്കും. സ്പെക്ക് പറയുന്ന വീഡിയോ ആണ്, അല്ലാതെ അതൊരു റിവ്യൂ അല്ല. അത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. നമ്മൾ റിവ്യൂ എന്നാണ് ഒരുപാട് പേര് പറയുന്നത്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്പെക്ക് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ റിവ്യൂ എന്ന് പറയുന്നതല്ല. ഞാൻ ഒരുപാട് വീഡിയോസ് പറയാറുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ റിവ്യൂ എന്ന എവിടെയും ക്യാപ്ഷനിൽ റിവ്യൂ എന്ന രീതിയിൽ ഞാൻ പറയാറേ ഇല്ല. റിവ്യൂ വേറെ, ഇത് വേറെ. അപ്പം അങ്ങനത്തെ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. പിന്നെ OnePlusൻ്റെ 2 പുതിയ ഫോൺസ് അവർ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തു. Nord 5, Nord CE 5. Nord CE 5 ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് വന്നിട്ട് 23,000 രൂപയാണ്. 7100 mAh ബാറ്ററി, 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ഡിമെൻസിറ്റിയുടെ 8350 ചിപ്സെറ്റൊക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. പക്ഷേ കുഴപ്പമെന്ന് പറയുന്നത് മോണോ സ്പീക്കറാണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല. ഇതിപ്പം 3ാമത്തെ ഫോണാണ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ മോണോ സ്പീക്കർ. IQ സാംസങ് ഇപ്പം എന്തുകൊണ്ട് OnePlusഉം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ബാക്കിയുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാമെന്ന രീതിയിൽ പറയാം. പക്ഷേ ഈ ഒരു സാധനം അംഗീകരിക്കാനേ പറ്റത്തില്ല കേട്ടോ, മോണോ സ്പീക്കർ എന്ന് പറഞ്ഞത്. പിന്നെ Nord 5ൻ്റെ പ്രൈസാണ് 32,000 രൂപയാണ്. അതിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ പ്രീവിയസ് മോഡലായിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല, വലിയ പെർഫോമൻസ് ഓറിയൻ്റായിട്ട് ഫോണല്ല, എന്നാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് അതിൽ കിട്ടും. പിന്നീട് 6800 mAh ബാറ്ററി, 80 വാട്ട് ഫാസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. പ്രീവിയസ് മോഡലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് മോഡലിൽ UFS 4.0 ആയിരുന്നു ഉണ്ടായത്. പക്ഷേ പ്രൈസിലേക്ക് വരുമ്പോൾ അത് 3.1 ആക്കിയിട്ടുണ്ട് 32,000 രൂപയുടെ ഫോണിൽ. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫോൺ മൊത്തത്തിൽ മെറ്റൽ ബിൽഡായിരുന്നു ഉണ്ടായത്. ഇപ്രാവശ്യം ബാക്ക് ഗ്ലാസ് ആണ്, പക്ഷേ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. അപ്പം അങ്ങനെ കുറച്ചധികം ഡ്രോബാക്ക് ഈ ഒരു ഫോണിനെ പറ്റിയുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റിയൽമിയുടെ 15ഉം 15 പ്രോവും ലോഞ്ച് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 24-ാം തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഇപ്രാവശ്യം മാറ്റി. നല്ല കാര്യം, കാരണം ഒരുപാട് വർഷമായിട്ട് ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു സർക്കിൾ ക്യാമറ മൊഡ്യൂളും വെച്ചുകൊണ്ടായിരുന്നു റിയൽമിയുടെ ഈ ഒരു നമ്പർ സീരീസ് ഫോൺ ഇറക്കിയത്. പക്ഷേ ഇപ്രാവശ്യം തൊട്ട് വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് മുമ്പേ കണ്ട ആ ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതായത് ഇപ്പം റീസെൻ്റായിട്ട് വന്ന P3 Ultra ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ക്യാമറ അധികം ഉണ്ട് എന്നേ ഉള്ളൂ. ഇതിന് മുമ്പേ എനിക്കൊന്ന് റെഡ്മിയുടെ ഫോണുകളിലും ഒരുപാട് ബഡ്ജറ്റ് ഫോണിലൊക്കെ ഉണ്ടായ XR ഡിസൈൻ ഒന്ന് പോപ്പ് ചെയ്തെടുത്തു എന്നല്ലാതെ കണ്ട ഡിസൈൻ തന്നെയാണ്. കാണാൻ വലിയൊരു പ്രീമിയംനെസ് ഇല്ല. മറ്റേത് എനിക്കൊന്ന് സർക്കിൾ ക്യാമറ മൊഡ്യൂളാണ് കുറച്ചും കൂടെ ബെറ്റർ ഇതിനേക്കാളും. ഇത് കാണുമ്പോൾ ഒരു നോർമൽ ഫോൺ എന്ന രീതിയിലാണ് തോന്നുന്നത്. കാരണം സർക്കിൾ ക്യാമറ വരുമ്പോൾ വലിയ ക്യാമറ ഒക്കെ വരുമ്പോൾ ഏതോ ഒരു വലിയ ഫോണൊക്കെ ആയിട്ട് തോന്നും. അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും റിയൽമിയുടെ ഫോണാണ്, കാരണം അതിൻ്റെ താഴത്തായിട്ട് ചെറിയ ഒരു ഡിസൈൻ നമുക്ക് തിരിയും, അറിയുന്നവർക്കത് മനസ്സിലാവും. പക്ഷേ ഇതിപ്പം വന്ന് നോർമൽ ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പല ഫോണിലും യൂസ് ചെയ്ത ടിപ്പിക്കൽ ഡിസൈൻ വെച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം റിയൽമിയുടെ 15ഉം 15 പ്രോവും വരുന്നത്. സോ ഇത്രയും ടെക് ന്യൂസാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.